friends, welcome back to YouTube channel. I am Gauri. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജസ്റ്റ് ഫോർ ഫൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എല്ലാവരും തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അൺബോക്സിങ് വീഡിയോ എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റാർ മാസ്റ്ററിൻ്റെ ഒരു പ്രൊജക്ടറാണ്, ഒരു മാജിക് പ്രൊജക്ടറാണ്, ഡ്രീം റൊട്ടേറ്റിംഗ് പ്രൊജക്ഷൻ ലാമ്പാണ്, എല്ലാവരുടെയും ഡ്രീമാണ്. ഇത് എൻ്റെ ചേച്ചിക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പം ഞാനാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീടിൻ്റെ ലാസ്റ്റ് പറയാം. ഇത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലൂ കളറാണ് ലാമ്പിൻ്റെ കളറ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ബ്ലൂ കളറിന്. പിന്നെ ഇങ്ങനെ ഓരോന്ന് ടോയ് ആയിട്ട്, കിഡ്സ് ടോയ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ എന്തായാലും ഇത് എല്ലാവർക്കും എല്ലാ ഏജസിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 8 to 30 ഇയേഴ്സോ 31 ഇയേഴ്സോ അതുവരെയൊക്കെ യൂസ് ചെയ്യാം. 13 ഇയേഴ്സ് വരയ്ക്കൊക്കെ യൂസ് ചെയ്യാം. അറിയേണ്ട 31 പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇവിടെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഫുൾ കളേഴ്സും കൊടുത്തിട്ടുണ്ട്. പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പർപ്പിൾ ഉണ്ട്. ഇതൊക്കെയാണ് ഈ ലാമ്പിൻ്റെ ഓരോരോ കളേഴ്സ്. ഇതേപോലെ ആയിരിക്കും, പക്ഷേ ഇതേപോലെ ഇനി ആവണം എന്നില്ല കേട്ടോ. ഇതിൻ്റെ പ്രൊജക്ഷൻ ഇതേപോലെ ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണേ. തുറന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വൈറ്റ് ബോൾ പോലെ ഒരു സാധനമാണ് കാണുന്നത്. എന്താ അറിയില്ല, നമുക്ക് നോക്കാം. വൈറ്റ് ബോളിൻ്റെ ഉള്ളിലാണ് സാധനം. ഇവിടെയാണ് സംഭവം. ഇത് പാർട്ടായിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ പതുക്കെ തുറക്കുക. ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇവിടെ, പിന്നെ ചാർജറും ഉണ്ട്. നമ്മൾ പെട്ടി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതാണ് ഇൻസ്ട്രക്ഷൻസ്. ഇതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട്, ഇതുണ്ട്. ഇവിടെയൊക്കെ ചൈനീസാണ് തോന്നുന്നുണ്ട്. ഇത് ഇംഗ്ലീഷാണ്. ഇതിൻ്റെ ഒരു ഇതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഈ സാധനം ഇങ്ങനെ വെക്കുന്നതല്ല. ഇത് ആദ്യം വെച്ചിട്ട് ഇതിനിപ്പോൾ ഈ ലാമ്പ് മാത്രമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇതൊരു പ്രൊജക്ഷൻ ലാമ്പായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഈ വൈറ്റിൻ്റെ ആവശ്യം അതാണ്. പിന്നെ അതിങ്ങനെ അടച്ചു വയ്ക്കാനും യൂസ്ഫുള്ളാണ്. ഇതിൽ എഴുതിയിരിക്കുന്ന ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതൊക്കെ ഇൻസ്ട്രക്ഷൻസ്. ഇതാണ് നമ്മുടെ മാനുവൽ. അപ്പോൾ മാനുവൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി ഇടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. അതിൻ്റേതായിട്ടുള്ള ചാർജറും തന്നിട്ടുണ്ട്. ഇതിൻ്റെ വാറൻറ്റി ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ലൈറ്റാണ് വരുന്നത്. ഇത് തുറക്കാൻ പറ്റും തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. എന്തായാലും തുറക്കണ്ട. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് വെക്കാൻ പോവുകയാണ്. ഇതിൽ കുറേ ബട്ടൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതവിടെ ഓരോരോ ബട്ടൺ ഉണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെ ഈ മാനുവലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ബട്ടണിനെ കുറിച്ചിട്ട്. എ ഇങ്ങനെയാണ്, ബി ഇങ്ങനെയാണ്, സി ഇങ്ങനെയാണ്, പിന്നെ ഈ ബട്ടൺ ഇങ്ങനെയാണ്. ഇത് ഞാൻ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാർ മാസ്റ്ററിൻ്റെ ലാമ്പ് നമുക്ക് കൃത്യമായിട്ട് എടുത്ത് വയ്ക്കാം. ഇത് അങ്ങനെ ഇങ്ങോട്ട് റെഡി ആവില്ല. ഇതങ്ങനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നുള്ള രീതിയാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിനെ ലാമ്പായിട്ടൊന്ന് കണക്കാക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഒന്ന് നോക്കാം. നമുക്ക് ലൈറ്റ് കത്തിച്ച് നോക്കല്ലേ? ഡാർക്ക് ആവട്ടെ. 3, 2, 1. ഇതാണ് കാണുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൻ്റെ പ്രൊജക്ഷൻ മുകളിലേക്ക് കാണിക്കുക. അതിനി നമുക്ക് വേറെ റൂമിൽ വെച്ച് കാണിക്കാം. അതിന് മുമ്പ് എനിക്ക് വേറെ കാര്യം കൂടി കാണിച്ചു തരാനുണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ബി പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എ എന്നുള്ള ഓപ്ഷനിൽ ഇങ്ങനത്തെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ കളറാക്കാം. വീണ്ടും ഇതന്നെ വരും. പിന്നെ നമുക്ക് ബി എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ബി ഇങ്ങനെയാണ് വരിക. കളേഴ്സൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ കളർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും റൊട്ടേറ്റ് ആവേണ്ടത്. ഇനി നമുക്ക് ഇതിനെ പ്രൊജക്ടർ ആക്കാം. ഞാൻ റൊട്ടേറ്റിംഗ് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ഓഫ് ചെയ്യാം. ഈ കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇതിൽ നമുക്ക് ഇനി ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് റൂമിൽ പോയിട്ടൊന്ന് നോക്കാം കേട്ടോ. ഓഫായി. ഓക്കെ, ഇനി നമുക്ക് വേറെ റൂമിൽ പോയിട്ട് ഇതിൻ്റെ പ്രൊജക്ഷൻ ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാമ്പ്. നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ മേലത്തെ സാധനം എടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, കറങ്ങണതല്ല കളറ്. ഈ കളറ് വേണ്ട, ഈ കളറ് ഇത് മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നേരെ തന്നെ ഇതിനെ റൊട്ടേറ്റിംഗ് എടുക്കാം. ഇനി നമുക്ക് നേരെ തന്നെ ബ്ലൂ ആകുമ്പോൾ ഇത് തുറക്കാം.
ഓക്കെ, തുറന്നു. നിങ്ങൾക്ക് മോളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ മോളിലേക്ക് കാണിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കാഴ്ചയാണിത്. ഇത് നമ്മൾ സത്യം പറഞ്ഞ ഒരു ആകാശത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലാണ്. ഈ ബ്ലൂ കളർ കത്തിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇത് സത്യം പറഞ്ഞ ഒരു പ്ലെയിൻ സർഫേസിൽ വരുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. നിങ്ങളത് മുകളിലേക്ക് നോക്കിക്കാൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണുന്നത്. ഇതൊക്കെ നിങ്ങൾ വാങ്ങുക, പറ്റാൻസ് വാങ്ങുക. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ കറക്കാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നോക്കി നോക്കൂ, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ കളർ വരുന്ന. കറക്കാൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. റെഡ് ആക്കി, റെഡ് വെറുതെ ആയി, ഇനി വെറും ബ്ലൂ ആക്കി. ഇതാണ് ഈ ലാമ്പിൻ്റെ റിയൽ കളർ. ഇത് കറങ്ങുന്നുമില്ല ഇപ്പോൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നമ്മുടെ ലാമ്പ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ലാമ്പ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് വെളിച്ചത്ത് കാണാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ലാമ്പിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ.